ഇന്നേ ചോറിനൊക്കെ കൂട്ടാനായിട്ട് ഞാനൊരു പരിപ്പ് കറി വെക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയർ ഞാനിതാ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. ഒന്ന് വറുത്തെടുക്കട്ടെ. ഇതാ പയർ നല്ലവണ്ണം മൂപ്പിച്ച് വറുത്തിട്ടുണ്ട്. ഇത്രയും പരുവത്തിന് വേണം വറുത്തെടുക്കാനായിട്ട്. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ വറക്കുന്നതിൻ്റെ മൂപ്പ് കുറയുവാണെങ്കിൽ ഒരു പച്ച ചുവയുണ്ടായിരിക്കും പരിപ്പിന്. അതുകൊണ്ട് നല്ലവണ്ണം പയറൊന്ന് മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതിനെ അടിച്ചെടുക്കണം. അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ തോട് അതിൽ കാണും. നമ്മളതൊരു മുറത്തിലോ എന്തിലെങ്കിലും ഇട്ട് അതിൻ്റെ തോട് പാറ്റി കളയണം. എന്നിട്ട് വേണം ഇതെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് ഇതൊന്ന് പൊടിച്ചു കൊണ്ടുവരാം. പൊടിക്കുകയല്ല, തീരെ പൊടിയാക്കാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതിൻ്റെ തോടെല്ലാം പൊളിഞ്ഞു വരും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഇതാ പയർ നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഉടച്ചെടുക്കാവേ. ഇതാ ഇങ്ങനെയാണ് ഉടച്ചെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ഒരു മുറത്തിലോ പാത്രത്തിലോ തട്ടിയിട്ട് ഇതിൻ്റെ തോട് നമുക്ക് പാറ്റിക്കളയാം. അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കുക്കറിലോട്ടോ ഒന്നിട്ടിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാവേ. ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ വയ്ക്കാം. പിന്നെ കുക്കറിൻ്റെ ഇതുപോലെ ഇരിക്കാം. എൻ്റെ ഒരു 3 വിസിൽ കേട്ടാൽ പരിപ്പ് നല്ലവണ്ണം വെന്ത് കിട്ടും. ഓക്കെ, അപ്പം ഞാനിതൊന്ന് കുക്കറിലോട്ടൊന്ന് വെക്കട്ടെ. ഈ പരിപ്പൊക്കെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം വെച്ചിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് കുക്കറിലോട്ട് വെക്കട്ടെ, ഗ്യാസിലോട്ട് വെക്കട്ടെ. പരിപ്പൊക്കെ വേവുന്ന സമയത്ത് നമുക്കൊരു കൂട്ടുണ്ടാക്കാം. ഇച്ചിരി തേങ്ങ എടുത്തിട്ടുണ്ട്, 1 കഷ്ണം ചുവന്നുള്ളി, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക്, ഇത്രയും കൂടെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പരിപ്പ് ഇട്ടടിച്ച് അതേ മിക്സിയുടെ ജാറിൽ തന്നെ, അത് കഴുകിയിട്ടൊന്നുമില്ല, അതേ ജാറിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, കൊത്തൊന്നുമില്ലാതെ. അതായത് നല്ലവണ്ണം അരച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് ഞാനൊന്ന് അരച്ച് കൊണ്ടുവരട്ടെ. ആ സമയം അതൊന്ന് 3 വിസിലൊക്കെ കേട്ട് വെന്ത് വരട്ടെ. ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അവസാനം 2 തണ്ട് കറിവേപ്പില കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൂടെ എടുക്കാം. കൂട്ടങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സിയിൽ വെച്ചിരുന്ന പരിപ്പ് വിസിലൊക്കെ കേട്ടിട്ടുണ്ട്. അതൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാമേ. നമ്മുടെ പരിപ്പൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം. നല്ലവണ്ണം വെന്തിട്ടുണ്ട് പരിപ്പൊക്കെ. കണ്ടോ. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല തരിയൊന്നും ഇല്ലാതെ നമുക്ക് പരിപ്പ് കിട്ടും. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെട്ടതാണ്. സൈഡിലൊക്കെ ഇരിപ്പുണ്ട്. ഇത് പരിപ്പ് നമ്മൾ വേവിക്കുമ്പോൾ ഇങ്ങനെ സൈഡിലെല്ലാം പറ്റി പിടിച്ചിരിക്കും. അതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് ഉടച്ചെടുക്കാവേ. പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതാണ്ടോ, ഈ രീതിയിൽ വേണം പരിപ്പെടുക്കാനായിട്ട്. പരിപ്പ് ഇത്രയും വേവിക്കണം. ഇനി നമ്മൾ അരച്ചു വച്ചിരുന്ന കൂട്ട് ഇതിലോട്ട് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് അവരവരാവശ്യത്തിന് വേണ്ടി ഇടണം. എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. മിക്സിയൊക്കെ കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടെ നമുക്ക് ഒഴിക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം.